2017 മാർച്ച് 5 വെളുപ്പിന് 2 മണി ആലപ്പുഴയിലെ കൊച്ചു ഗ്രാമമായ മുതുക്കുളത്തെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന രാജലക്ഷ്മി അമ്മയ്ക്ക് അന്ന് പതിവില്ലാത്ത നേരത്ത് ഒരു ഫോൺ കോൾ വന്നു. അങ്ങേ തലക്കൽ സ്വന്തം മകൻ ഋഷിയാണ്. അമ്മേ, ഞാൻ ഒരു മിലിറ്ററി ഓപ്പറേഷൻ്റെ ഇടയിലാണ്. ഇവിടെ സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. അപ്പം ശരി, ഒരു പക്ഷേ ഇനി ഒരു ഫോൺ ചെയ്യാൻ ഉണ്ടായി എന്ന് വരില്ല എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി. പകച്ചുപോയ അമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ അറിയാതെ താഴെ വീണു. സ്വന്തം രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ മകൻ ഏതോ ഭീകരരുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ അമ്മ അവിടെ ഇരുന്ന് ലളിത സഹസ്രനാമം ചൊല്ലാൻ ആരംഭിച്ചു. സ്ഥലം കാശ്മീരിലെ പുൽവാമ. ഹിസ്ബുൾ മുജാഹിദിലെയും പാകിസ്ഥാനി ടെററിസ്റ്റിലെയും ഏറ്റവും അപകടകാരികൾ എന്ന് മുദ്രകുത്തിയ തീവ്രവാദികൾ. ഇന്ത്യൻ നാവിയുടെ കരുത്തറ്റ വലയിൽ വീഴാതെ ഏറ്റവും അധികകാലം പിടിച്ചു നിന്നവർ. ആ രണ്ടുപേരെ തളയ്ക്കാൻ ഏറ്റവും ചങ്കറപ്പുള്ള ഒരു ആർമി ഓഫീസർ തന്നെ വേണമായിരുന്നു. അങ്ങനെ ആ ദൗത്യം നേരെ മലയാളി ഓഫീസർ മേജർ ഋഷിയുടെ കൈകളിലെത്തി. വിവരം കിട്ടി മിനിറ്റുകൾ കൊണ്ട് റെസ്പോൺസ് ടീമിനോടൊപ്പം ഒളിത്താവളത്തിലെത്തിയ മേജർ ആദ്യം 15 കിലോ ഉള്ള ഒരു ബോംബ് തീവ്രവാദികൾ ഒളിച്ചിരുന്ന ആ വീടിനുള്ളിൽ വെച്ചു. പക്ഷേ അദ്ദേഹം തിരിച്ച് സേഫ് സോണിൽ എത്തുന്നതിന് മുമ്പ് അത് പൊട്ടിത്തെറിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ തലയിൽ പതിച്ച് രക്തം വാർന്നൊഴുകി. എന്നാൽ അതൊന്നും വകവെക്കാതെ രണ്ടാമത്തെ അറ്റംപ്റ്റ്. ഇത്തവണ 3 പെട്രോൾ ബോംബുകൾ എറിഞ്ഞു. വീടിന്റെ ഒരു ഭാഗം തകർത്തു. എന്നാൽ ആ വീടിന്റെ ഇനിയും തകരാത്ത ഭാഗത്ത് ഒളിച്ചിരുന്ന ആർമിക്ക് നേരെ തുരതുരാ വെടിവെച്ചുകൊണ്ടിരുന്ന തീവ്രവാദികളുടെ ഇടയിലേക്ക് ഒരു ചെറിയ അനക്കമുണ്ടായാൽ പോലും പൊട്ടുന്ന 30 കിലോ ഭാരമുള്ള ബോംബുമായി കയറി ചെല്ലാൻ മേജർ ഋഷി തീരുമാനിച്ചു. പക്ഷേ ഇത് എന്റെ അവസാനമായിരിക്കാം എന്ന് ഋഷി മനസ്സിലാക്കി. ആ ഒരു നിമിഷത്തിലാണ് ഋഷി തന്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ചത്. അമ്മേ, ഞാനൊരു ക്രിട്ടിക്കൽ ഓപ്പറേഷനിലാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. കൊടുക്കൂരമായ ആ തീവ്രവാദികളുടെ ഇടയിലേക്കുമായി കയറിച്ചു. കൃത്യസ്ഥാനത്ത് തന്നെ ബോംബ് വെച്ചു. പക്ഷേ ഈ ബോംബിൽ പോലും ഇവർ രക്ഷപ്പെട്ടാൽ തങ്ങളുടെ ടീമിനെ ആയിരിക്കും അവർ ലക്ഷ്യം വെക്കുക എന്ന് തിരിച്ചറിഞ്ഞ ഋഷി തന്റെ നേരെ വരുന്ന വെടിയുണ്ടകളുടെ ദിശയിലേക്ക് നടന്നു കയറി. തന്റെ തലയിലും മുഖത്തും വെടിയുണ്ട തെറിച്ചു വീണിട്ടും ഒരു ആദി മനുഷ്യനെ പോലെ ഉയർന്നെഴുന്നേറ്റ ഋഷിയുടെ തോക്കിൽ നിന്നും കുതിർന്ന വീണ വെടിയുണ്ടകളേറ്റ് കൊടും തീവ്രവാദികളായ ആക്രാമൗലിവിയും സേഫുള്ളയും നിലം പതിച്ചു. എന്നാൽ അവിടെ നിന്നും പുറത്തു കടന്ന് മേജറിനെ കണ്ട് എല്ലാവരും സപ്തരായി. മുഖത്തിന്റെ സ്ഥാനത്ത് പൊട്ടിച്ചിതറിയ കുറച്ച് മാംസവും ചോരയും മാത്രം. ജീവിക്കുമോ മരിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ആ അവസ്ഥയിലും സ്ട്രക്ചറിൽ കിടന്ന് അദ്ദേഹം ചുറ്റുമുള്ളവരോട് പറഞ്ഞു വെച്ചു, ആരും വിഷമിക്കേണ്ട, ഞാൻ പൂർവാധിക ശക്തിയോടെ ഉടനെ തിരിച്ചു വരും. ആ ധീരത കണ്ട് പ്രചോദനം കൊണ്ട സൈനിക മേധാവി അവനൊരു പേരും നൽകി, ദ മോസ്റ്റ് ഫെയർലെസ് മാൻ ഓഫ് ദ ഇന്ത്യ. തുടർന്ന് ഇങ്ങോട്ട് 8 വർഷങ്ങൾ ശരീരത്തിൽ നടത്തിയ 23 ഓപ്ഷനുകൾ, ശാരീരികവും മാനസികവുമായി അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, ഇതൊന്നും ഈ രാജ്യസ്നേഹിയുടെ ധൈര്യത്തെ തകർക്കാനായില്ല. സേനയിലെ മികച്ച മൈക്രോ പൈലറ്റ് കൂടിയായ ഗാലൻട്രി സേന മെഡൽ നേടിയ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ഇന്നും ഇന്ത്യൻ ആർമിയുടെ അഭിമാനമായി തുടരുന്നു. ഇത്തരത്തിലുള്ള ദേശസ്നേഹികൾ ജീവൻ